ഒക്ടോബർ 8 ലോകമെമ്പാടും വേൾഡ് ഡിസ്ലെക്സിക് ഡേ ആയി ആചരിക്കുമ്പോൾ തീർച്ചയായും പഠന വൈകല്യം എന്നാൽ എന്ത്, അഥവാ പഠന വൈകല്യവും പഠന പിന്നോക്കാവസ്ഥയും ഒന്നാണോ എന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. തീർച്ചയായും നമുക്കറിയാം, ഒരു കുട്ടി പഠിക്കാൻ പുറകോട്ടാവുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതൊരു പക്ഷേ കുട്ടിയുടെ കാഴ്ചയ്ക്കുള്ള പ്രശ്നമാകാം, അതല്ല കേൾവിയുടെ പ്രശ്നമാകാം, അതൊന്നുമല്ലെങ്കിൽ കുട്ടിക്ക് ടീച്ചർ പറയുന്നത് മനസ്സിലാവാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാവാം. ഇതുമല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം ശരിയാവാത്തത് കൊണ്ടാവാം. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുഞ്ഞ് നന്നായി പഠിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മുടെ വീട്ടിലെ അന്തരീക്ഷമാണ്. മദ്യപിച്ച് എന്നും വന്ന് കലഹം കൂടുന്ന അച്ഛൻ, അമ്മ, ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ പഠിക്കുന്ന കുഞ്ഞ് റാങ്ക് വാങ്ങുക എന്ന് പറയുന്നത് അത് വളരെ വിരളമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചുറ്റുപാടുകളിൽ നിങ്ങളുടെ കുഞ്ഞ് പഠിക്കാൻ നിരുത്സാഹം കാണിക്കുന്നുണ്ടെങ്കിലോ അഥവാ പഠനത്തിൽ പുറകോട്ടാണെങ്കിൽ അതൊരിക്കലും പഠന വൈകല്യമല്ല. അതുകൊണ്ട് തന്നെ എന്താണ് പഠന വൈകല്യം, പഠന വൈകല്യത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ ചെറുതാകുമ്പോൾ തന്നെ കുഞ്ഞിനെ വായിക്കുവാനോ എഴുതുവാനോ പ്രയാസമുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ സ്പെല്ലിംഗ് എറേഴ്സ്, അതോടെ BD ആയിട്ടും മിറർ ഇമേജസ് എന്ന് പറയുന്ന അവസ്ഥയിലൂടെയൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ക്രമേണ ഓരോ ക്ലാസ്സുകൾ കൂടുന്തോറും കുട്ടിക്ക് കണക്ക് കൂട്ടുവാനും സമയം നോക്കുവാനും ടൈമും അതേപോലെ ഡയറക്ഷൻസ് ഇതെല്ലാം വളരെയേറെ പ്രയാസമാകുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ കുട്ടിക്ക് പഠന വൈകല്യം എന്നൊരവസ്ഥയുണ്ടോ എന്ന് തിരിച്ചറിയണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലേണിംഗ് ഡിസോർഡർ അഥവാ പഠന വൈകല്യം ഉള്ള കുട്ടികൾക്കെല്ലാം തന്നെ നമ്മളെ പോലെ നോർമൽ ഇന്റലിജൻസ് ഉണ്ട്. പക്ഷേ ഒരു പ്രത്യേക അവസ്ഥ കൊണ്ട് തന്നെ അവർക്ക് എഴുതുവാനോ വായിക്കുവാനോ അഥവാ കണക്ക് കൂട്ടുവാനോ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ മേഖലകളിലും പ്രയാസങ്ങൾ അനുഭവിക്കാം. ഇതിനർത്ഥം അവർക്ക് അവരുടെ ഓരോ മേഖലകളിൽ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കില്ല എന്നല്ല. തീർച്ചയായും യഥാസമയം നമ്മൾ പഠന വൈകല്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ഡയഗ്നോസ് ചെയ്യുകയും കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂം മോഡിഫിക്കേഷനും ലേണിംഗ് സ്ട്രാറ്റജീസും അഡാപ്റ്റീവ് ടെക്നോളജീസും എല്ലാം കൃത്യസമയത്ത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുഞ്ഞിന്റെ ലക്ഷ്യത്തിലേക്കും കുഞ്ഞിന്റെ ടാലന്റ് മനസ്സിലാക്കി ആ ഒരു മേഖലയിൽ നമുക്ക് കുഞ്ഞിനെ ഏറ്റവും ഹൈറ്റ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. ജീവനിലും ബോധിയിലും ദേഹിയിലും ജീവനീയം, ജഗത്തിലും ജപത്തിലും ജീവനീയം.